വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ പ്രതിയായ സുഹൃത്ത് സുഗാന്ത് സുരേഷ് കീഴടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ അല്പസമയം മുമ്പാണ് ഹൈക്കോടതി തള്ളിയത്. രൂക്ഷമായ വിമർശനങ്ങളോടെയാണ് കോടതി തള്ളിയത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇയാൾ കീഴടങ്ങിയിരിക്കുന്നത്. കൊച്ചി DCPയുടെ മുൻപിലാണ് കീഴടങ്ങിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് നമ്മളോടൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. സാലി, സുഗാന്ത് സുരേഷ് കീഴടങ്ങിയിരിക്കുന്നു IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ. അതായത് ഇന്ന് രാവിലെ ഇയാൾ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിലുണ്ടായിരുന്നു, അത് തള്ളി. അപ്പം സ്വാഭാവികമായി കീഴടങ്ങല്ലാതെ മറ്റു പോകുമ്പോൾ ഇയാൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് രാവിലെ അല്പം മുമ്പ് DCP ഓഫീസിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം പ്രതിയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പായി കാണിക്കാൻ കഴിയും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായി പക്ഷേ കീഴടങ്ങിയ വിവരം പോലീസ് സ്ഥിരീകരിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ അയാൾ എത്തിയിട്ടുണ്ട്. കൊച്ചി കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു എന്ന് ചില അഭിഭാഷകർ പറയുന്നുണ്ട്. ഇന്നത്തെ കോടതി വിധിയുടെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം എതിരായതോടുകൂടി കീഴടങ്ങി എന്നുള്ളതാണ്. നമുക്കറിയുന്ന പോലെ മാർച്ച് 24-നാണ് IB ഉദ്യോഗസ്ഥയായ യുവതി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കേസിൽ ഇയാൾ ബലാത്സംഗം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങൾ ഇയാൾക്കെതിരെ നിലനിൽക്കും എന്ന് പോലീസ് കണ്ടെത്തിയതും ഇയാൾക്കെതിരെ FIR ഇട്ടതും ഇയാളെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. പക്ഷേ 2 മാസമായി ഇയാൾ ഒളിവിലായിരുന്നു. അതിനിടെ ഒളിവിലിരുന്നുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തത്. മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് രാവിലെ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ച് തള്ളി. കടുത്ത വിമർശനങ്ങളുണ്ടായിരുന്നു. ഗുരുതരമായ ആരോപണങ്ങൾ അയാൾക്കെതിരെ കോടതി തന്നെ ഉന്നയിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. സ്നേഹം നടിച്ച് യുവതികളെ കീഴ്പ്പെടുത്തുകയായിരുന്നു ഇയാൾ. ഒരേ സമയം തന്നെ ഒന്നിലധികം യുവതികളുമായി, സ്ത്രീകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. ഈ ബലാത്സംഗ കേസിലടക്കം ഒരു പക്ഷേ ഇയാളുടെ പങ്കാളിത്തം സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നടക്കമുള്ള പരാമർശങ്ങൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. ഇനി മുകളിലേക്ക് സുപ്രീം കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യമായിട്ട് പോയാലും കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇയാൾ കീഴടങ്ങിയിരിക്കുന്നത്. ഇനി ചെയ്യാനുള്ളത് ഈ കീഴടങ്ങിയ പ്രതിയെ നേരെ തിരുവനന്തപുരത്ത് പേട്ട പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ പ്രദേശത്ത് വരുന്ന കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. തുടർന്ന് റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടി സ്വാഭാവികമായി മഞ്ചൂർ കോടതിയായിരിക്കും. അത് ഏകദേശം വ്യക്തമാണ് സാലിം. വളരെ പ്രധാനപ്പെട്ടത് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി മണിക്കൂറുകൾക്കുള്ളിൽ ഇയാൾ കീഴടങ്ങുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാൾ കൊച്ചിയിലും പരിസര പ്രദേശത്തും എവിടെയോ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അതുമാത്രമല്ല, ഇത്രയും കാലം ഇയാൾ ഇങ്ങനെ ഒരു സൂചനകളും നൽകാതെ ഒളിവിൽ കഴിയണമെങ്കിൽ മൊബൈൽ ഫോണോ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളോ ഒന്നും ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നില്ല. അത്രമാത്രം തന്ത്രപരമായിട്ടാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പോലീസിന് അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇയാളുടെ സഹപ്രവർത്തകരുടെ അടക്കം സഹായങ്ങൾ സുഗാന്തിന് ലഭിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള വലിയ സംശയങ്ങൾ പോലീസിന്റെ മുൻപിൽ ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ, അല്ലേ? തീർച്ചയായും ആരുടെയോ ഒക്കെ സഹായം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. സ്വാഭാവിക സഹപ്രവർത്തകരോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ആയിരിക്കും. പോലീസ് പലതരത്തിൽ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ മുൻകൂർ ജാമ്യാപേക്ഷ വന്നപ്പോൾ തന്നെ എന്തുകൊണ്ട് ഇയാളെ പിടികൂടിയില്ല എന്നൊരു ചോദ്യം കോടതിയിൽ നിന്ന് പോലീസിന് നേരെ ഉയരുകയും ചെയ്തിരുന്നു. തുടർന്നും പോലീസ് വളരെ വിശദമായ അന്വേഷണം സംസ്ഥാനത്തെമ്പാടും നടത്തി. ഇയാളെ ഏതെങ്കിലും തരത്തിൽ ട്രാക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കി. ഒരു തരത്തിലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ ഇയാൾ ഉപയോഗിക്കുന്നില്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഇയാൾ മറ്റാരെയും ബന്ധപ്പെടുന്നില്ല, ATM കാർഡുകൾ ഉപയോഗിച്ചിട്ടില്ല എന്നതടക്കം പോലീസ് കണ്ടെത്തി. അതൊക്കെ കോടതിയിൽ പറഞ്ഞു. എങ്കിലും ഇയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചത്. അപ്പൊ ഏതായാലും ഇന്ന് രാവിലെ വിധി വരും. ഇന്ന് ഓർഡറിന് പോസ്റ്റ് ചെയ്തിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി വരും എന്ന് അയാൾക്ക് അറിയാമായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്ന സമയത്ത് എതിരായാൽ കീഴടങ്ങുക എന്നതായിരിക്കണം അയാളുടെ ലൈൻ. അങ്ങനെയാണ് ഇന്ന് ഇവിടെ എത്തി. രാവിലെ എതിരായ ഒരു വിധി വന്ന ഉടൻ തന്നെ DCP ഓഫീസിലെത്തി കീഴടങ്ങി എന്ന് വേണം അനുമാനിക്കുക. ഏതായാലും പോലീസ് കുറെ നാളുകളായി ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു. വളരെ ഗുരുതരമായ കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നത്. ബലാത്സംഗം, ആത്മഹത്യാ പ്രേരണ, സാമ്പത്തിക തട്ടിപ്പ്, ഒട്ടേറെ ആരോപണങ്ങൾ ഇയാൾക്കെതിരെയുണ്ട്. അപ്പം വളരെ തീർച്ചയായും സാലി പറഞ്ഞതുപോലെ ഇത്രയും അധികം ഗുരുതരമായ കുറ്റം ചുമത്തിയ അല്ലെങ്കിൽ കുറ്റം ചെയ്യുന്നത് ആരോപിക്കപ്പെട്ട ഒരാൾക്ക് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സഹായങ്ങൾ നൽകിയവർ കൂടി സ്വാഭാവികമായും ഈ അന്വേഷണ പരിധിയിലേക്കും കേസിന്റെ പരിധിയിലേക്കും വരികയില്ല. എന്തായാലും ഒരു സഹായം കിട്ടാതെ ഈ ഉപകരണങ്ങളും ഒരു ഫോണോ അല്ലെങ്കിൽ ATM കാർഡോ ഒന്നും ഉപയോഗിക്കാതെ ഇയാൾക്ക് ഇത്രയും നാൾ കഴിയാൻ പറ്റില്ല. അപ്പോൾ അവർ കൂടി സഹായിച്ചവർ കൂടി വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരികയും അവർ കേസുകളിലേക്ക് എത്തുകയും ചെയ്യുന്ന പശ്ചാത്തലമല്ലേ ഇനി ഉണ്ടാവാൻ പോകുന്നത്? അത് ഉറപ്പായിട്ടും. കാരണം ഇയാള് പിടികൂടി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്, കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന എന്നുള്ളതാണ് ഇനി പോലീസിന്റെ അടുത്ത നടപടിക്രമം. ആദ്യത്തെ ചോദ്യം തന്നെ ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്നുള്ളതായിരിക്കും. അപ്പം എവിടെയായിരുന്നു, ആര് സഹായിച്ചു, എവിടെയായിരുന്നു ഒളിസങ്കേതത്തിൽ ആര് സംവിധാനങ്ങൾ ചെയ്തു, ഭക്ഷണം അടക്കമുള്ള സാധനങ്ങൾ വേണമല്ലോ, അതടക്കം ആര് ഒരുക്കി നൽകി എന്നുള്ള കാര്യങ്ങൾ ഇയാളിൽ നിന്ന് മനസ്സിലാക്കും. വേണമെങ്കിൽ പോലീസിന് ഇയാളെ സഹായിച്ചവർക്കെതിരെയും പ്രതി ചേർത്ത്
തുടർ നടപടികളിലേക്ക് കടക്കാവുന്നതാണ്. അത് ബോധപൂർവമായി അറിഞ്ഞുകൊണ്ടാണോ ഇയാൾ ഒളിവ് സങ്കേതം ഒരുക്കിയത്, ഇയാൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും വന്ന് തിരിച്ചറിയാത്ത വണ്ണം താമസിക്കുകയായിരുന്നോ, അതോ ഇയാളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇയാൾ പ്രതിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഒളിത്താവളം ഒരുക്കുകയായിരുന്നു? അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലൊരു വ്യക്തത വന്നാൽ ഈ സഹായിച്ച ആളും പ്രതിയാവും. അതാണ് സാഹചര്യം. ഏതായാലും പോലീസിന് ഇനി ആദ്യം ഇയാളെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അത് ഇപ്പൊ ഇന്ന് വന്ന് കോടതിയിൽ ഹാജരാക്കി, തിരുവനന്തപുരം കോടതിയിൽ ഹാജരാക്കി സ്വാഭാവികമായിട്ട് റിമാൻഡിലേക്കോ അല്ലെങ്കിൽ പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിലേക്കോ ഒക്കെ ആയിരിക്കും വാങ്ങുക. ആ ചോദ്യം കൊച്ചി DCPയുടെ മുൻപിലാണോ ഇയാൾ കീഴടങ്ങിയത്? തീർച്ചയായിട്ടും DCP ഓഫീസിലാണ് ഇയാൾ കീഴടങ്ങിയിരിക്കുന്നത്. DCP ആദ്യം സെൻട്രൽ സ്റ്റേഷനിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. മാധ്യമങ്ങൾ അവിടെയാണ് നിന്നത്. പോലീസിൽ നിന്ന് ലഭിച്ച വിവരം സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ്. മാധ്യമങ്ങളുടെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ടാവണം അയാൾ മറ്റൊരു കേന്ദ്രം, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസിന്റെ ഓഫീസിലേക്ക് മാറി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ DCP ഓഫീസിലേക്കാണ് ഇപ്പൊ മാധ്യമങ്ങളെല്ലാം നീങ്ങിയിട്ടുണ്ട്. അപ്പൊ ഉടൻ തന്നെ അയാൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ തന്നെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അയാൾ മാധ്യമങ്ങൾ ഹാജരാക്കുന്ന ദൃശ്യങ്ങളോ ലഭ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കും. ഏതായാലും ഇയാൾ ആരാണ്, എന്താണ്, ഇയാളുടെ ഒരു ചിത്രം മാത്രം ഇതുവരെ മാധ്യമങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിലുള്ളൂ. ആ ചിത്രത്തിൽ വെച്ചാണ് ഇയാളെ കുറിച്ചൊരു ധാരണ എത്തിയിരുന്നത്. അപ്പൊ ഇനി ഇയാളെ പ്രതിയെ നേരിട്ട് മാധ്യമങ്ങൾ കാണുന്നു അല്ലെങ്കിൽ ലോകം കാണുന്നു എന്നുള്ളതാണ് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായിട്ടും ഇനി കീഴടങ്ങിയ സ്ഥിതിക്ക് ഇയാളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. ഏതൊക്കെ തരത്തിൽ ഇയാളുടെ ഇൻവോൾവ്മെന്റ് തെളിയിക്കാൻ കഴിയുമെന്നാണ് പോലീസ് പരിശോധിക്കുക. അതിനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമില്ലേ സാലി, ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ കോടതി പോലീസിന്റെ കണ്ടെത്തലുകൾ അതേപടി ശരിവെക്കുകയായിരുന്നല്ലോ. ഇയാൾ ഒരേ സമയത്ത് തന്നെ പല പെൺകുട്ടികളുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. ആ രീതിയിൽ പെൺകുട്ടികളെ ഇയാൾ വഞ്ചിച്ചിരുന്നു, അത് ശരിവെക്കുന്നു. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഡിജിറ്റൽ തെളിവുകളടക്കം നിൽക്കുകയല്ലേ. ഈ പെൺകുട്ടി, മരിച്ചുപോയ പെൺകുട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകളടക്കം ഇയാൾ അവസാന മാസത്തെ സാലറി അടക്കം ഇയാൾ കൊണ്ടുപോയതൊക്കെ ഉണ്ട്. അതിന്റെ ബാങ്ക് അക്കൗണ്ട് രേഖകളടക്കം പോലീസ് ഹാജരാക്കിയിരുന്നു. ഒപ്പം ടെലഗ്രാം ചാറ്റുകൾ വീണ്ടെടുത്തത് നമ്മുടെ മുൻപിലുണ്ട്. നീ പോയി ചാകൂ എന്ന് ആ കുട്ടിയോട് ഇയാൾ പറയുന്നതടക്കം ടെലഗ്രാം ചാറ്റുകളിൽ നിന്ന് പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. എപ്പോൾ നീ മരിക്കുമെന്ന് ചോദിക്കുന്നു. ആഗസ്റ്റ് 9 ഞാൻ മരിക്കുമെന്ന് ആ പെൺകുട്ടി മറുപടി പറയുന്നതടക്കമുണ്ട്. ആത്മഹത്യാ പ്രേരണയ്ക്കൊക്കെ വളരെ കൃത്യമായ തെളിവുകളല്ലേ ഈ പറയുന്നതൊക്കെ? അതൊക്കെ ശക്തമായ എവിഡൻസായി നിൽക്കുകയല്ലേ? ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ പ്രധാനപ്പെട്ട കാരണമായി ഈ ചാറ്റുകൾ പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ഈ ചാറ്റുകളുടെ പകർപ്പ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. അത് കോടതി പരിശോധിക്കുകയും ചെയ്തു. തുടർന്നാണ് കോടതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ആ കമന്റുകൾ പറഞ്ഞു. കോടതി പറഞ്ഞ ഈ വന്നിരിക്കുന്ന ചാറ്റുകൾ പുറത്തു വന്ന ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് എന്ന് നിരീക്ഷണവും കോടതി നടത്തിയിട്ടുണ്ട്. അപ്പം വാദത്തിന്റെ മറ്റു ചില കാര്യങ്ങൾ കൂടി കോടതിയുടെ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ പോലീസ് ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഏതായാലും കൃത്യമായ തെളിവുകളോടുകൂടി തന്നെയാണ് സുകാന്തിനെതിരെ പോലീസ് നീങ്ങിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ടുകൂടിയാണ് കോടതിയെ കൺവിൻസ് ചെയ്ത് അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കാൻ പോലീസിന് കഴിഞ്ഞത്. പോലീസ് ശക്തമായി മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തു. ഒരു കാരണവശാലും ഇയാൾക്ക് ജാമ്യം നൽകരുത്, ജാമ്യം നൽകിയാൽ ഈ കേസ് ദുർബലമാകും എന്നതായിരുന്നു പോലീസിന്റെ വാദം. മാത്രമല്ല, ഇയാൾ ഈ കേസിൽ കുറ്റകൃത്യത്തിൽ കൃത്യമായ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒട്ടേറെ വിവരങ്ങൾ പോലീസ് കോടതി മുമ്പാകെ രേഖാമൂലം തന്നെ സമർപ്പിച്ചു. ആ രേഖകൾ കൂടി പരിശോധിച്ചിട്ടാണ് ജസ്റ്റിസ് ബെച്ചു തോമസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിരീക്ഷണങ്ങളോടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. അപ്പൊ ഇനി മറ്റൊരു പോംവഴി ഇവർക്ക് മുമ്പിലില്ല. പോലീസ് ശക്തമായ നിലപാട് സ്വീകരിച്ചു, കോടതിയും പോലീസിനൊപ്പം നിന്നു. ഒരു കാരണവശാലും ആന്റിസിപ്പേറ്ററി ബെയിൽ അലോ ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് സിംഗിൾ ബെഞ്ച് എടുത്തു. അങ്ങനെയാണ് ഇപ്പോ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് അല്പം മുമ്പ് കോടതി ഉത്തരവിട്ടത്. അതിന് തൊട്ടു പിന്നാലെ ഇയാൾ കീഴടങ്ങുകയായിരുന്നു. ഇയാളുടെ മുന്നിൽ വേറൊരു പോംവഴിയില്ല എന്ന കാര്യം വ്യക്തമാണ്. അല്ലെങ്കിൽ പോലീസ് ഉടനെ പിടിക്കുമായിരുന്നു എന്ന കാര്യം ഉറപ്പുമാണ്. കാരണം ഇനി ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി വരെ ഇയാൾക്ക് ഹൈഡ് ചെയ്ത് നിൽക്കാൻ കഴിയുമായിരുന്നല്ലോ. കാരണം 2 മാസമായി ഇതിനകം തന്നെ. ഇനി എവിടെയെങ്കിലും പുറത്തിറങ്ങിയേ പറ്റുമായിരുന്നല്ലോ, അല്ലെങ്കിൽ മൂവ്മെന്റിന് വേണ്ടിയെങ്കിലും എങ്ങോട്ടെങ്കിലും നീങ്ങണമായിരുന്നു. അതിനുള്ള എല്ലാ സാധ്യതകളും പോലീസ് കാണുന്നുണ്ടായിരുന്നു. അയാൾ ഉദ്ദേശിച്ചത് പോലീസ് വഴിക്കിട്ട് ഓടിച്ചിട്ട് പിടികൂടുന്നതിന് മുമ്പ് കീഴടങ്ങുക എന്ന ഒരു വഴി അയാൾ കണ്ടു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കേണ്ടുള്ളൂ. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് കർശനമായ നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. ഇയാളെ പിടികൂടിയേ പറ്റൂ എന്ന നിലപാടിലായിരുന്നു.
പക്ഷെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല, ATM കാർഡ് അല്ല സാറി, നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു എത്രമാത്രം ക്രൂക്ഡായ ഒരു മനുഷ്യനാണ് ഇയാൾ. കാരണം ഒരു സൂചന പോലും നൽകാതെ ഇത്രയും കാലം ഒളിവിൽ താമസിക്കാൻ പറ്റുക, ഒരു ഡിജിറ്റൽ ഉപകരണങ്ങൾ പോലും ഉപയോഗിക്കാതെ പോലീസിന് പിടികൊടുക്കാതിരിക്കുക, ഒരു സിഗ്നൽ പോലും ഇയാളുടെ പേരിൽ ലഭിക്കാതിരിക്കുക, അതൊരു വശത്ത്. മറുവശത്ത് നോക്കൂ, ആ പെൺകുട്ടിക്ക് അയച്ച മെസ്സേജുകൾ അടക്കമുള്ള ചാറ്റുകൾ, ഫോൺ കോളുകൾ, മറ്റു കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് തെളിവുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ആ രീതിയിൽ എത്രമാത്രം ക്രൂക്ഡായിട്ടാണ് ആ മരണത്തിന് ശേഷം ഇയാൾ പെരുമാറിയത്. ഇനി മരണത്തിന് മുമ്പാണെങ്കിലോ എത്രമാത്രം മോശമായിട്ടാണ് ആ പെൺകുട്ടിയോട് ഇയാൾ സംസാരിച്ചിരുന്നത്. ആ ചാറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതൊക്കെയാണല്ലോ. അപ്പോൾ എത്രമാത്രം ക്രൂരമായ ഒരു മനസ്സിന് ഉടമയാണ് ഈ സുഗാന്ത് സുരേഷ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുകയല്ലേ? ഇയാളുടെ ക്രിമിനൽ മനോഭാവം പോലീസിന് വ്യക്തമാകുന്ന ഒട്ടേറെ സംഭവവികാസങ്ങളുണ്ട്. കാരണം മാസങ്ങളായി ഈ ഉദ്യോഗസ്ഥയുടെ ശമ്പളം അയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റൊന്ന്, ഇയാൾ ഈ പെൺകുട്ടിയെ, യുവതിയെ ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് ഗർഭചിത്രം നടത്തിയതിനടക്കമുള്ള തെളിവുകൾ പോലീസ് ശേഖരിച്ചു. വ്യാജരേഖകൾ ചമച്ചിരുന്നു, കല്യാണ സർട്ടിഫിക്കറ്റ് അടക്കം, കല്യാണ കുറിയടക്കം ഉണ്ടാക്കിയിരുന്നു ആശുപത്രിയിലെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട്. തീർച്ചയായും വ്യാജരേഖ തയ്യാറാക്കി FIR-ൽ അയാൾക്കെതിരെ കേസ് ചുമത്തിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും പോലീസ് കൃത്യമായി മനസ്സിലാക്കുന്നത് ഇയാൾ ഒരു ക്രിമിനൽ മനസ്സുള്ള ആൾ തന്നെയാണ്. അതിനുവേണ്ടി കുറ്റകൃത്യത്തിന് വേണ്ടി എന്ത് സാഹചര്യം ഒരുക്കാൻ ഏത് രീതി അവലംബിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ്. അപ്പൊ രക്ഷപ്പെടാനും അതേ മനോഭാവത്തോടു കൂടി തന്നെ, അതേ മനസ്സോടു കൂടി തന്നെ അയാൾ പ്രവർത്തിച്ചു എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ടാണ് പോലീസിന് ഈ 2 മാസത്തോളം ഇയാളിന് ട്രാക്ക് ചെയ്യാൻ കഴിയാതെ വന്നത്. ഇയാളുടെ ക്രിമിനൽ മനസ്സിന് ഏറ്റവും വലിയ തെളിവാണ് ഇയാളുടെ ബന്ധുക്കളുമായി ഒരു തരത്തിലും ഇയാൾ ബന്ധപ്പെട്ടിരുന്നില്ല ഈ ദിവസങ്ങളിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ATM കാർഡ് പോലും ഇയാൾ ഉപയോഗിച്ചിട്ടില്ല ഈ ദിവസങ്ങളിൽ എന്നാണ് പോലീസ് പറഞ്ഞത്. ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, ആ ATM കാർഡിന്റെ നമ്പറുകൾ എല്ലാം പോലീസ് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും ATM കാർഡ് പോലും ഉപയോഗിച്ചിട്ടില്ല. മൊബൈൽ ഉപയോഗിച്ചിട്ടേ ഇല്ല, മൊബൈൽ അയാളുടെ കൈവശമില്ല. അയാൾ മൊബൈൽ ഉപേക്ഷിച്ചാണ് മുങ്ങിയത്. അപ്പം വളരെ തന്ത്രപൂർവ്വമായിരുന്നു ഇയാളുടെ നീക്കം. ഇയാൾ പ്രതീക്ഷിച്ചത് എങ്ങനെയെങ്കിലുമൊക്കെ കോടതിയിൽ നിന്ന് ഒരു മുൻകൂർ ജാമ്യം നേടാം, അതിനുശേഷം പോലീസിൽ കീഴടങ്ങി പ്രശ്നം പരിഹരിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ പോലീസ് ശക്തമായി നിലപാട് സ്വീകരിച്ചു. കോടതി മുമ്പാകെ തീർത്തു പറഞ്ഞു ഇയാൾക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ ഈ കേസ് ദുർബലപ്പെടും എന്ന കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറയുന്നത്. അതിനനുസരിച്ചുള്ള തെളിവുകൾ അവർ ശേഖരിച്ചിട്ടുമുണ്ട്. ചില നിർണായകമായ തെളിവുകൾ രേഖകളായി കോടതി മുമ്പാകെ എത്തിയിട്ടുമുണ്ട്. അത് കണ്ടിട്ടാണ് കോടതി നമ്മൾ നേരത്തെ പറഞ്ഞ കമന്റുകൾ പറഞ്ഞത്. വളരെ ഗുരുതരമാണ് സാഹചര്യം എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏതായാലും ഇയാൾ കീഴടങ്ങി. ഇനി ഇയാളെ ചോദ്യം ചെയ്യുക, ഇയാളുടെ ഇൻവോൾവ്മെന്റ്, മറ്റേതെങ്കിലും തരത്തിൽ കുറ്റകൃത്യങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരും. ഇപ്പൊ കൊച്ചിയിലല്ല കേസ് എന്നുള്ളത് കൊണ്ട് തന്നെ ഉടൻ തന്നെ കൊച്ചിയിൽ നിന്ന് ഇയാളെ തിരുവനന്തപുരത്തിന് കൊണ്ടുപോകും എന്ന് നമുക്ക് മനസ്സിലാക്കും. തിരുവനന്തപുരത്ത് നിന്നായിരിക്കും ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. ശരി, പേട്ട പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെയാണ് മറ്റുള്ള നടപടികൾ ഉണ്ടാവുക. വഞ്ചിയൂർ കോടതിയിലായിരിക്കും ഹാജരാക്കുക. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതിയായ സുഹൃത്ത് കീഴടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സുഗാന്ത് സുരേഷ് ഇയാൾ കീഴടങ്ങിയിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. ഗുരുതരമായ വിമർശനങ്ങൾ ഇയാൾക്കെതിരെ ഉന്നയിച്ചുകൊണ്ടാണ് കോടതി ആ ജാമ്യാപേക്ഷ തള്ളിയത്. ഇയാളുടെ പേരിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് എന്നാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് വിലയിരുത്തിയത്. അതുമാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഡിജിറ്റൽ തെളിവുകളടക്കം ഇയാൾക്കെതിരെ പോലീസ് ഹാജരാക്കിയിരുന്നു. ഈ പെൺകുട്ടിക്ക് ഇയാൾ അയച്ച മെസ്സേജുകൾ അത് ഡിലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ പോലീസ് ആ ചാറ്റുകൾ വീണ്ടെടുത്തിരുന്നു. അതിൽ വളരെ ഈ പെൺകുട്ടിയെ മരണത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ കമന്റുകൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അതൊക്കെ വീണ്ടെടുത്തിരുന്നു. അതൊക്കെ ഈ കേസിൽ വളരെ നിർണായകമാകുന്നു. ഏതായാലും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെ ഇത്രയും കാലം ഇയാൾക്ക് ഒളിവിൽ കഴിയാൻ കഴിഞ്ഞു? മറ്റാരുടെയൊക്കെ സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട്? ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ല, ഒരു ATM പോലും ഉപയോഗിച്ചിട്ടില്ല, ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഒരു സിഗ്നൽ പോലും പോലീസിന് ലഭിക്കാതിരുന്നത്. അങ്ങനെ ഒളിവിൽ കഴിയാൻ എങ്ങനെ പറ്റി? ആരാണ് അതിന് സഹായിച്ചത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ആ സഹായിച്ചവരൊക്കെ ഇനി പ്രതിപട്ടികയിലേക്ക് വരുമെന്നതാണ് ഈ കേസിന്റെ തുടർ നടപടികളിൽ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. അതിപ്പോൾ സുഹൃത്തുക്കളാകാം, സഹപ്രവർത്തകരാകാം, ബന്ധുക്കളാകാം, ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവരെയൊക്കെ വളരെ വേഗത്തിൽ ഇനി കണ്ടുപിടിക്കാൻ കഴിയും. ഇനി സ്വാഭാവികമായും കൊച്ചി DCP ഓഫീസിലാണ് ഇയാൾ കീഴടങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും, കോടതിയിൽ ഹാജരാക്കും, പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങും. അതിനുശേഷം ചോദ്യം ചെയ്യുമ്പോൾ ഈ കേസിന്റെ സത്യങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്നാണ് നമുക്ക് പ്രതീക്ഷ. വിവരങ്ങളാണ് സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് നൽകിയത്.